ഇന്ന് കഥാസരിത്സാഗരത്തിൽ നിന്നുള്ള ഒരു കഥ പറഞ്ഞു തരാം. പണ്ട് പാടലീപുത്രത്തിൽ കാലനേമി എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു ചെറിയ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു ജീവിച്ചിരുന്നത്. അവർ വളരെ പാവപ്പെട്ടവരായിരുന്നു. കൂടാതെ അവർക്ക് മക്കളും ഉണ്ടായിരുന്നില്ല. ഇക്കാര്യത്തിൽ ഈ കാലനേമിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും വലിയ ദുഃഖമുണ്ടായിരുന്നു. അവർ നോക്കുമ്പോൾ എല്ലാവരും വളരെ സന്തുഷ്ടരാണ്. അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നു, നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു, അവരവരുടെ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുന്നു, കുട്ടികളെയും കൊണ്ട് പാഠശാലയിലേക്ക് പോകുന്നു. അങ്ങനെ എവിടെ നോക്കിയാലും സന്തോഷം. ഇവർക്ക് മാത്രം ഒരു സന്തോഷവുമില്ല. മക്കളില്ല, പണമില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ക്ഷേത്രത്തിൽ പോയി ഭജനമിരിക്കാൻ തീരുമാനിച്ചു. സമ്പത്തിൻ്റെ ദേവിയായ ശ്രീദേവിയായിരുന്നു അവരുടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഇവർ രണ്ടുപേരും കൂടെ അവിടെ പോയി 41 ദിവസം ഭജനമിരുന്നു. അങ്ങനെ ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട്, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്, അത് ഉടൻ തന്നെ സാധ്യമാകും എന്ന് പറഞ്ഞു. ഇവർക്ക് രണ്ടുപേർക്കും വലിയ സന്തോഷമായ ഒരു വീട്ടിലേക്ക് തിരിച്ചുപോയി. അധികം താമസിക്കാതെ കാലനേമിയുടെ ഭാര്യ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തു. അത് ഒരാൺകുട്ടിയായിരുന്നു. അതിതേജസ്വിയായ ഒരാൺകുട്ടി. ശ്രീദേവിയുടെ അനുഗ്രഹത്താൽ ജനിച്ച കുട്ടിയായതുകൊണ്ട് അവർ ആ കുട്ടിക്ക് ശ്രീദത്തൻ എന്ന് പേരിട്ടു. ശ്രീദത്തൻ ജനിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് കാലനേമിക്ക് കച്ചവടത്തിൽ വളരെയധികം ലാഭമുണ്ടാകുകയും അദ്ദേഹം വലിയൊരു പണക്കാരനായി മാറുകയും ചെയ്തു. ഇതെല്ലാം ശ്രീദത്തൻ വഴി മഹാലക്ഷ്മി തനിക്ക് തന്ന അനുഗ്രഹമാണ് എന്ന് കാലനേമി വിശ്വസിച്ചു. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷവുമുണ്ടായിരുന്നു. ശ്രീദത്തനാണെങ്കിൽ പഠിക്കാൻ ബഹുമിടുക്കനുമായിരുന്നു. അവൻ വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ വളരെ നന്നായി പഠിച്ചു. മാത്രമല്ല യുദ്ധകലയിലും പ്രാവീണ്യം നേടി. സംഗീതവും സാഹിത്യവും പഠിച്ചു. അങ്ങനെ വളരെ നന്നായിട്ട് വളർന്നു വന്നൊരു കുട്ടിയായി ശ്രീദത്തൻ. എല്ലാവരും കാലനേമിയെ വളരെയധികം ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അത് അദ്ദേഹം സമ്പത്ത് നേടിയതുകൊണ്ട് മാത്രമല്ല, ശ്രീദത്തനെ പോലെ ഒരു മകനുള്ളത് കൊണ്ടുകൂടിയായിരുന്നു. നാട്ടിലെങ്ങും ശ്രീദത്തനെ പറ്റിയുള്ള സംസാരമായി. അവനെപ്പോലെ ഒരു കുഞ്ഞിനെ കിട്ടാൻ എത്രയധികം ഭാഗ്യം ചെയ്തവരാണ് കാലനേമിയും ഭാര്യയും എന്ന് നാട്ടിലെ ഓരോ മാതാപിതാക്കളും പറഞ്ഞു. ഈ വാർത്ത പാടലീപുത്രത്തിലെ രാജകൊട്ടാരത്തിൽ പോലും എത്തി. രാജ്യത്ത് വളരെ മിടുക്കനായ ഒരു കുട്ടിയുണ്ട്. അവൻ്റെ പേര് ശ്രീദത്തൻ എന്നാണ്. രാജാവ് കാലനേമിക്ക് ഒരു സന്ദേശം അയച്ചു. മകനെയും കൊണ്ട് കൊട്ടാരത്തിലേക്കൊന്ന് വരണം. അങ്ങനെ കാലനേമി തൻ്റെ മകനായ ശ്രീദത്തനെയും കൊണ്ട് പാടലീപുത്രത്തിലെ കൊട്ടാരത്തിലേക്ക് ചെന്നു. രാജാവ് ശ്രീദത്തനെ കണ്ടു. അവനോട് കുറച്ച് സംസാരിച്ചു. ഇത്ര മിടുക്കനായ ഒരു കുട്ടിയെ രാജാവും അതിനു മുമ്പ് ദർശിച്ചിട്ടുണ്ടായിരുന്നില്ല. രാജാവിനൊരു മകനുണ്ടായിരുന്നു. അവൻ്റെ പേര് വിക്രമശക്തി എന്നായിരുന്നു. അപ്പോൾ വിക്രമശക്തിക്ക് നല്ല സുഹൃത്തുക്കളാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാജാവ് കാലനേമിയോട് മകനെ കൊട്ടാരത്തിൽ താമസിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ വിക്രമശക്തി ശ്രീദത്തനോട് കൂട്ടുകൂടുകയും അങ്ങനെ ശ്രീദത്തൻ്റെ നല്ല ഗുണങ്ങൾ കണ്ട് പഠിക്കുകയും ചെയ്യും. നല്ല സൗഹൃദങ്ങൾ ജീവിത വിജയത്തിലേക്ക് നയിക്കുമല്ലോ. അതുകൊണ്ടാണ് രാജാവ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. കാലനേമിക്ക് ഇതിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എത്ര വലിയ ഭാഗ്യമാണ് മകന് രാജകൊട്ടാരത്തിൽ താമസിക്കാൻ പറ്റുക എന്നുള്ളത്. അദ്ദേഹം സന്തോഷത്തോടെ ഇതിനനുവദിക്കുകയും അങ്ങനെ ശ്രീദത്തൻ രാജകൊട്ടാരത്തിൽ താമസമാകുകയും ചെയ്തു. കാലനേമിയും ഭാര്യയും കൊട്ടാരത്തിനടുത്ത് തന്നെ മറ്റൊരു വീട്ടിൽ താമസമാകുകയും ഇടയ്ക്കിടയ്ക്ക് മകനെ വന്ന് കാണുകയും ചെയ്യുമായിരുന്നു. ശ്രീദത്തൻ്റെ സൗമ്യമായ പെരുമാറ്റവും അവൻ്റെ അറിവും ഒക്കെ രാജാവിനും വളരെ ഇഷ്ടപ്പെട്ടു. രാജാവ് ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മകനോട് ശ്രീദത്തനെ കണ്ട് പഠിക്ക് എന്ന് പറയുക പതിവായിരുന്നു. അവൻ എത്ര വിനയാന്യുതനാണ്, അവൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നൊക്കെ നീ അവനെ കണ്ടു പഠിക്കണം എന്ന് രാജാവ് ഇടയ്ക്ക് മകനോട് പറഞ്ഞു. ഇത് രാജകുമാരനായ വിക്രമസാക്ഷിക്ക് വളരെയധികം അസൂയ ഉളവാക്കി. രാജകുമാരന് ശ്രീദത്തനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എല്ലാവർക്കും ശ്രീദത്തനെയാണ് ഇഷ്ടം, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നൊരു ചിന്ത വിക്രമസാക്ഷിയുടെ ഉള്ളിലുണ്ടായി. എന്തായാലും വിക്രമസാക്ഷിയും ശ്രീദത്തനും രാജകൊട്ടാരത്തിൽ വളർന്നു. ഇവർക്ക് കൊട്ടാരത്തിൽ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. മന്ത്രിമാരുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും മക്കളൊക്കെ രാജകൊട്ടാരത്തിൽ വരികയും ഇവരോടൊപ്പം കളിക്കുകയും ചെയ്യുമായിരുന്നു. ഇവരോടൊക്കെ കുറച്ച് മോശമായിട്ട് അല്ലെങ്കിൽ വളരെ ദേഷ്യത്തോടെയൊക്കെയാണ് രാജകുമാരൻ പെരുമാറിയിരുന്നത്. എന്നാൽ ശ്രീദത്തൻ എല്ലാവരോടും വളരെ സൗമ്യനായിട്ട് പെരുമാറിയിരുന്നതിനാൽ ഇവർക്കൊക്കെ ശ്രീദത്തനോടായിരുന്നു കൂടുതൽ ഇഷ്ടം. ഇതും രാജകുമാരന് ഇഷ്ടമായിരുന്നില്ല. ഇതൊക്കെ പോരാഞ്ഞിട്ട് കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർ പോലും ശ്രീദത്തനെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ രാജകുമാരൻ ശ്രീദത്തനെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേയും, ശ്രീദത്തൻ നമ്മോട് പെരുമാറുന്നത് പോലെ രാജകുമാരൻ നമ്മോട് പെരുമാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേയും എന്നൊക്കെ അവർ പറയാറുണ്ടായിരുന്നു. പലരും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ രാജകുമാരൻ ശ്രീദത്തനായിരുന്നെങ്കിൽ എന്ന് പോലും ചിന്തിച്ചിരുന്നു. ഇത് രാജകുമാരന് മനസ്സിലാകുകയും ചെയ്തു. ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ വിക്രമസാക്ഷി എന്ന രാജകുമാരന് ശ്രീദത്തനോട് വളരെയധികം വിരോധമുണ്ടായി.
എങ്ങനെയെങ്കിലും ശ്രീദത്തിനെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കണം എന്നായി വിക്രമസാക്ഷിയുടെ ചിന്ത. എന്തായാലും ഇവർ രണ്ടുപേരും വളർന്ന് യൗവനത്തിലെത്തിയ ഒരു സമയത്ത് ശ്രീദത്തൻ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം നദീതീരത്തോട് നടക്കുകയായിരുന്നു, ഗംഗാ നദിയുടെ തീരത്തുകൂടി. അപ്പോൾ നദിയിൽ നിന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ആരോ നിലവിളിക്കുന്നത് കേട്ടു. ശ്രീദത്തൻ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീയാണ് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത്. നദിയിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു. കൂട്ടുകാർ തടഞ്ഞിട്ടും ശ്രീദത്തൻ നദിയിലേക്ക് എടുത്ത് ചാടി ആ സ്ത്രീക്ക് നേരെ നീന്തി ചെന്നു. കൂട്ടുകാർ ശ്രീദത്തനെ കാത്ത് കരയിലിരുന്നു. ആ സ്ത്രീ നിലവിളിച്ചിരുന്ന നദിയുടെ ആ ഭാഗത്തേക്ക് ശ്രീദത്തൻ നീന്തി ചെന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. അപ്പോൾ അവർ മുങ്ങിപ്പോയി കാണും എന്ന് കരുതി ശ്രീദത്തൻ വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് പോയി. അങ്ങനെ നദിയുടെ കുറേ ആഴത്തിലേക്ക് ശ്രീദത്തൻ ചെന്നപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ വലിയൊരു കൊട്ടാരം കണ്ടു. ശ്രീദത്തൻ ആ കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ അതിന് ചുറ്റും ഒരു ഉദ്യാനവും മലകളും ഒക്കെ കണ്ടു. താൻ വെള്ളത്തിനടിയിലാണ് എന്ന് ശ്രീദത്തന് തോന്നിയതേയില്ല. ശ്രീദത്തൻ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു. അങ്ങനെ ഈ കൊട്ടാരം ചുറ്റി നടന്ന് കണ്ടപ്പോൾ ആകെ ഇരുട്ടാകുകയും ആകാശത്ത് ചന്ദ്രൻ ഉദിക്കുകയും ചെയ്തു. രാത്രിയായി എന്ന് ശ്രീദത്തന് മനസ്സിലായി. മറ്റ് വിളക്കുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ അദ്ദേഹം അവിടെ ഒരു വരാന്തയിൽ ഇരിക്കുകയും കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ കിടന്നുറങ്ങുകയും ചെയ്തു. മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രി കഴിഞ്ഞു, നേരം വെളുത്തു. ശ്രീദത്തൻ ഉണർന്നു. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ താൻ തലേന്ന് മുങ്ങിപ്പോകുന്നതായിട്ട് കണ്ട സ്ത്രീ, അത് സുന്ദരിയായൊരു യുവതിയായിരുന്നു, തൻ്റെ മുന്നിലൂടെ പോകുന്നത് ശ്രീദത്തൻ കണ്ടു. അദ്ദേഹം അവരുടെ പിന്നാലെ പോയി. അങ്ങനെ അവർ കുറേ ദൂരം നടന്നു. വാതിലുകളും ഇടനാഴികളും കടന്നവർ വീണ്ടും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ശ്രീദത്തൻ അവരുടെ പിന്നാലെ പോയി. അങ്ങനെ നടന്ന് അവർ വലിയൊരു മുറിയിൽ എത്തിച്ചേർന്നു. അവിടെ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഒരുപാട് സ്ത്രീകൾ, അതിസുന്ദരികളായ സ്ത്രീകൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ശ്രീദത്തൻ പിന്തുടർന്ന സ്ത്രീയും അവിടെ ചെന്നിട്ട് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ശ്രീദത്തന് വലിയ അത്ഭുതമായിപ്പോയി. ശ്രീദത്തൻ അകത്തേക്ക് ചെന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അപ്പോൾ ശ്രീദത്തൻ ആരെയാണോ പിന്തുടർന്നത് ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഒരു അസുര രാജകുമാരിയാണ്. ഞാൻ മഹാനായ മഹാബലിയുടെ ചെറുമകളുമാണ്. മഹാവിഷ്ണുവിൻ്റെ മുത്തച്ഛനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിരുന്നു. അതിനുശേഷം ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തുരത്തി ഓടിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് താമസം. ഞങ്ങളുടെ നാട് കുറച്ച് ദൂരെയാണ്, ത്രിപുരയാണ്. അവിടെ വലിയൊരു കൊട്ടാരമുണ്ട് ഞങ്ങൾക്ക്. ആ കൊട്ടാരത്തിന് ചുറ്റും ഒരു കോട്ടയുണ്ട്. പക്ഷേ ആ കോട്ടയ്ക്ക് ഒരു വലിയ സിംഹം കാവൽ നിൽക്കുന്നുണ്ട്. ആ സിംഹത്തിനെ ഒരു മനുഷ്യൻ വന്ന് കൊന്നാൽ മാത്രമേ ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ രാജ്യത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു അതിശക്തനായ മനുഷ്യനെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് ശ്രീദത്തനെ പറ്റി കേട്ടത്. അങ്ങനെ നിന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ നദിയിൽ വന്ന് മുങ്ങിപ്പോകുന്നതായിട്ട് അഭിനയിച്ചത്. ശ്രീദത്തൻ പറഞ്ഞു, ശരി, ഞാൻ നിങ്ങളെ സഹായിക്കാം. അങ്ങനെ ശ്രീദത്തൻ ത്രിപുരയിലേക്ക് പോവുകയും ആ സിംഹവുമായിട്ട് ഒരു മല്ലയുദ്ധം നടത്തുകയും ചെയ്തു. യുദ്ധത്തിൽ ശ്രീദത്തൻ വിജയിച്ചു. അദ്ദേഹം ആ സിംഹത്തിനെ വെട്ടിക്കൊന്നു. പക്ഷേ ചത്തുവീണ ഉടനെ അതിൽ നിന്ന് ഒരു യക്ഷൻ പുറത്തു വന്നു. യക്ഷൻ പറഞ്ഞു, ശ്രീദത്ത, ഞാൻ നിന്നോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഒരു ശാപത്താൽ ഞാനൊരു സിംഹമായി മാറിയതായിരുന്നു. ഇപ്പോൾ എന്നെ വധിച്ച് നീ എന്നെ ശാപത്തിൽ നിന്ന് മുക്തനാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിനക്കൊരു വാള് തരാം. ഈ വാളിൻ്റെ പേര് മൃഗാംഗകം എന്നാണ്. ഈ വാളുകൊണ്ട് യുദ്ധം ചെയ്താൽ നാം ഒരിക്കലും തോൽക്കുകയില്ല. ആരെ വേണമെങ്കിലും തോൽപ്പിക്കാൻ ശക്തിയുള്ള വളരെ അത്ഭുതകരമായൊരു വാളാണിത്. അങ്ങനെ യക്ഷൻ്റെ കയ്യിൽ നിന്ന് ആ വാളും വാങ്ങി ശ്രീദത്തൻ ആ അസുര രാജകുമാരിയുടെ അടുത്തേക്കെത്തി. അസുര രാജകുമാരിക്ക് വളരെയധികം സന്തോഷമാവുകയും അവർ ഒരു മോതിരം ശ്രീദത്തിന് കൊടുക്കുകയും ചെയ്തു. അതൊരു മാന്ത്രിക മോതിരമായിരുന്നു. എത്ര കൊടിയ വിഷമാണെങ്കിലും ആ വിഷത്തിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കാൻ ശക്തിയുള്ളൊരു മോതിരമായിരുന്നു അത്. അങ്ങനെ ആ മോതിരവും ശ്രീദത്തിന് സ്വന്തമായി. അതിനുശേഷം ശ്രീദത്തൻ തൻ്റെ നാട്ടിലേക്ക് പോകണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആ അസുര രാജകുമാരിമാർ ശ്രീദത്തനെ ആ കൊട്ടാരത്തിലുള്ള കിണറിനടുത്ത് കൊണ്ടുപോയി നിർത്തുകയും ചെയ്തു. ആ കിണറിനുള്ളിലേക്ക് പടവുകളുണ്ടായിരുന്നു. ആ പടവുകൾ ഇറങ്ങിച്ചെന്നാൽ ഗംഗാ നദിയിലെത്തുമെന്നും അതുവഴി ശ്രീദത്തിന് പാടലിപുത്രത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്നും ആ രാജകുമാരിമാർ പറഞ്ഞു. അങ്ങനെ ശ്രീദത്തൻ ആ കിണറ്റിലേക്ക് ഇറങ്ങുകയും അങ്ങനെ നദിയിലെത്തിച്ചേരുകയും ചെയ്തു. പക്ഷേ ഈ സമയത്ത് ശ്രീദത്തൻ്റെ സുഹൃത്തുക്കൾ കുറേ നേരമായിട്ട് നദിക്കരയിൽ ശ്രീദത്തനെ കാത്തിരിക്കുകയായിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ശ്രീദത്തൻ തിരിച്ചു വന്നില്ല. തങ്ങളുടെ പ്രിയ സുഹൃത്തിന് എന്തെങ്കിലും അപകടം പറ്റിക്കാണുമോ എന്ന് കൂട്ടുകാർക്ക് സംശയം തോന്നി. അപ്പോൾ നദിയിൽ നിന്ന് ഒരു അശരീരി കേട്ടു. ശ്രീദത്തന് ഒന്നും പറ്റിയിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് പരിഭ്രമിക്കരുത് എന്ന് അറിയിക്കണം എന്നായിരുന്നു അശരീരി. ഇത് കേട്ട ഈ സുഹൃത്തുക്കൾ ശ്രീദത്തൻ്റെ വീട്ടിൽ ചെന്ന് കാലനേമിയോടും ഭാര്യയോടും ശ്രീദത്തൻ കുറച്ച് താമസിക്കും, എന്നിട്ട് മടങ്ങി വരികയുള്ളൂ, ഒരാവശ്യത്തിനൊരു സ്ഥലം വരെ പോയിരിക്കുകയാണ് എന്ന് പറയാം എന്ന് കരുതി പാടലിപുത്രത്തിലേക്ക് പുറപ്പെട്ടു. എന്നാൽ അവർ കൊട്ടാരത്തിനടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ
കുറച്ച് ആൾക്കാർ ഓടി വരുന്നത് കണ്ടു. ഈ ഓടി വന്ന ആൾക്കാരും ശ്രീദത്തൻ്റെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. അവർ ഓടി വന്നിട്ട് ഈ ശ്രീദത്തൻ്റെ നദീതീരത്ത് കാത്തിരുന്ന സുഹൃത്തുക്കളോട് പറഞ്ഞു, ഉടനെ നഗരത്തിലേക്ക് പോകരുത്, വളരെ അപകടമാണ്. രാജാവ് പെട്ടെന്നുണ്ടായ ഒരു അസുഖം മൂലം മരിച്ചുപോയി. പുതിയ രാജാവ് വിക്രമസാക്ഷിയാണ്. വിക്രമസാക്ഷി ഉടൻ തന്നെ ശ്രീദത്തൻ്റെ മാതാപിതാക്കളെ കൊല്ലുകയും ശ്രീദത്തിന് വേണ്ടി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീദത്തിനെ കണ്ടാൽ ഉടൻ തന്നെ അയാൾ കൊന്നുകളയും. ശ്രീദത്തിന് സുഹൃത്തുക്കളെ പോലും അയാൾ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉജ്ജയിനിയിലേക്ക് പോകണം എന്ന് ഇവർ പറഞ്ഞു. അങ്ങനെ ശ്രീദത്തിൻ്റെ സുഹൃത്തുക്കൾ ഉജ്ജയിനിയിലേക്ക് പോകാൻ ഒരുങ്ങി. പക്ഷേ ശ്രീദത്തൻ നദിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വിവരങ്ങൾ അറിയിക്കണമല്ലോ. ഒന്നും അറിയാതെ ശ്രീദത്തൻ നേരെ നഗരത്തിലേക്ക് പോവുകയാണെങ്കിൽ കൊല്ലപ്പെടും. അതുകൊണ്ട് 1-2 സുഹൃത്തുക്കൾ നദീതീരത്ത് ഒളിച്ചിരിക്കുകയും ബാക്കിയുള്ളവർ ഉജ്ജയിനിയിലേക്ക് പോവുകയും ചെയ്തു. കുറേ നേരം കഴിഞ്ഞപ്പോൾ നദിയിലൂടെ ശ്രീദത്തൻ നീന്തി വരുന്നത് അവർ കണ്ടു. ശ്രീദത്തൻ കരയിൽ വന്നപ്പോഴേക്കും അവർ ഓടിച്ചെന്ന് ശ്രീദത്തനോട് ശബ്ദമുണ്ടാക്കരുത്, ഉടൻ തന്നെ ഉജ്ജയിനിലേക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു. തൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതറിഞ്ഞ ശ്രീദത്തിന് വളരെയധികം ദുഃഖമുണ്ടായി. തൻ്റെ കയ്യിൽ എല്ലാ യുദ്ധങ്ങളും ജയിപ്പിക്കാൻ പറ്റുന്ന വാളുണ്ട് എന്ന് ശ്രീദത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പാടലീപുത്രത്തിലേക്ക് പോയി രാജാവിനെ കൊല്ലാം എന്നാണ് അദ്ദേഹം ആദ്യം കരുതിയത്. പക്ഷേ സുഹൃത്തുക്കൾ പറഞ്ഞു അത് ശരിയല്ല. രാജാവ് ഇപ്പോൾ വളരെയധികം കോപിച്ചിരിക്കുകയാണ്. ശ്രീദത്തിന് ഇപ്പോൾ ഉടനെ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ ശ്രീദത്തിനുമായിട്ട് ബന്ധമുള്ള എല്ലാവരെയും രാജാവ് വധിച്ചു കളയും. കുറച്ച് ക്ഷമിക്കാം, അവസരം വരുമ്പോൾ പകരം വീട്ടാം. അങ്ങനെ ശ്രീദത്തൻ തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഉജ്ജയിനിയിലേക്ക് പോയി. അങ്ങനെ ഉജ്ജയിനിയിൽ ചെന്ന് ശ്രീദത്തൻ ഒരു ചെറിയ വീട്ടിൽ താമസമായി സുഹൃത്തുക്കൾക്കൊപ്പം ഇങ്ങനെ താമസിച്ചെങ്കിലും അയാൾ എപ്പോഴും ദുഃഖിതനായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പറ്റി ഓർത്തിട്ട് അയാൾക്കൊരു സമാധാനവും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ശ്രീദത്തൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഈ സുഹൃത്തുക്കളെല്ലാവരും കൂടി ശ്രീദത്തിനെ വിളിച്ചുകൊണ്ട് അവിടെ ഒരു കച്ചവടമൊക്കെ നടക്കുന്ന സ്ഥലത്ത് പോയിട്ടൊരു മേള നടക്കുന്നുണ്ടായിരുന്നു. ആ മേളയിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഉജ്ജയിനിലെ രാജകുമാരിയും ഉണ്ടായിരുന്നു. ഈ രാജകുമാരിയുടെ പേര് മൃഗാംഗവതി എന്നായിരുന്നു. മൃഗാംഗവതി രാജകുമാരി ഈ മേള നടക്കുന്ന സ്ഥലത്തു കൂടി തൻ്റെ തോഴിമാർക്കൊപ്പം അങ്ങനെ നടക്കുമ്പോൾ ഒരു പാമ്പ് അവിടെ വരികയും ഈ രാജകുമാരിയെ കടിക്കുകയും ചെയ്തു. പെട്ടെന്ന് അവിടെ ആകെ ബഹളമായി. രാജകുമാരിക്ക് പാമ്പ് കടിയേറ്റു എന്ന വാർത്ത അവിടെയൊക്കെ പരന്നു. പാമ്പ് കടിയേറ്റ് രാജകുമാരി അപ്പോഴേക്കും ബോധരഹിതയായിട്ട് താഴെ വീണിരുന്നു. അവിടെ ഓടിയെത്തിയ ശ്രീദത്തൻ താൻ രാജകുമാരിയെ രക്ഷിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രാജകുമാരിയെ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കൂടാരത്തിലേക്ക് കിടത്തുകയും ശ്രീദത്തൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം രാജകുമാരിയുടെ കയ്യിൽ അണിയിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടെ രാജകുമാരി ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഉണർന്നു വന്ന രാജകുമാരി ആദ്യം കണ്ടത് ശ്രീദത്തനെയാണ്. ഒറ്റ നോട്ടത്തിൽ രാജകുമാരിക്ക് ശ്രീദത്തനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്തായാലും ആ സമയത്ത് ഉജ്ജയിനിലെ രാജാവ് അവിടെ എത്തിയിരുന്നു. രാജാവ് തൻ്റെ മകളുടെ ദുർഗതി അറിഞ്ഞ് ഓടി വന്നതാണ്. അപ്പോഴാണ് മകൾ രക്ഷപ്പെട്ടുവെന്നും ഒരു യുവാവ് തൻ്റെ മകളെ രക്ഷപ്പെടുത്തിയെന്നും ഒക്കെ രാജാവ് അറിഞ്ഞത്. രാജാവ് ശ്രീദത്തനോട് വളരെയധികം നന്ദി പറയുകയും നല്ലൊരു പ്രതിഫലം കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ശ്രീദത്തൻ പറഞ്ഞു, എനിക്ക് പ്രതിഫലമൊന്നും ആവശ്യമില്ല, ഞാൻ ഈ വഴി വന്നതുകൊണ്ട് രാജകുമാരി രക്ഷിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ശ്രീദത്തൻ അവരോട് യാത്ര പറഞ്ഞിട്ട് കൂട്ടുകാർക്കൊപ്പം അങ്ങ് പോവുകയും ചെയ്തു. രാജകുമാരി രാജാവിനോടൊപ്പം കൊട്ടാരത്തിലേക്കും പോയി. പക്ഷേ രണ്ടുപേർക്കും പരസ്പരം മറക്കാൻ കഴിഞ്ഞില്ല. ശ്രീദത്തൻ രാജകുമാരിയുടെ സൗന്ദര്യം പലതവണ ഓർത്തു. രാജകുമാരിയാണെങ്കിൽ ശ്രീദത്തനെയും ഓർത്തു. അങ്ങനെ വീട്ടിൽ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ശ്രീദത്തൻ ഓർത്തത് തൻ്റെ മാന്ത്രിക മോതിരം രാജകുമാരിയുടെ കയ്യിലിട്ടത് തിരിച്ചു വാങ്ങാൻ മറന്നുപോയി. അതെങ്ങനെ തിരിച്ചു വാങ്ങും എന്ന് ഓർത്തിരിക്കുമ്പോൾ രാജകുമാരിയുടെ തോഴി ശ്രീദത്തിനെ അന്വേഷിച്ചു വന്നു. എന്നിട്ട് രാജകുമാരിയുടെ കയ്യിൽ ശ്രീദത്തിൻ്റെ മോതിരമുണ്ടെന്നും അത് രാജകുമാരിക്ക് നേരിട്ട് കൊടുക്കണം എന്ന ആഗ്രഹമുണ്ടെന്നും അറിയിച്ചു. അങ്ങനെ തോഴി പറഞ്ഞ സ്ഥലത്ത് ശ്രീദത്തൻ ചെല്ലുകയും അവിടെ വെച്ച് രാജകുമാരിയെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇതൊരു പതിവായി. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ സുഹൃത്തുക്കളുടെയും രാജകുമാരിയുടെ തോഴിമാരുടെയും സഹായത്തോടെ ശ്രീദത്തനും രാജകുമാരിയും പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്തു. ഇവർ തമ്മിൽ വലിയ ഇഷ്ടത്തിലായി. അവർ പരസ്പര വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇക്കാര്യം രാജാവിനോട് തുറന്നു പറയാൻ രാജകുമാരിക്ക് വിഷമമുണ്ടായിരുന്നു. ശ്രീദത്തന് ഇപ്പോൾ അച്ഛനില്ല, അമ്മയില്ല, പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊന്നുമില്ല. രാജാവിനോട് ഇതാരാണെന്ന് ചെന്ന് പറയും. എന്നാൽ ശ്രീദത്തനെ പിരിഞ്ഞിരിക്കാനും വയ്യ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഒളിച്ചോടാൻ തീരുമാനിച്ചു. ഇത് ഇവരുടെ സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു. അപ്പോൾ ശ്രീദത്തൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ശ്രീദത്ത, നീയും രാജകുമാരിയും കൂടെ ഒരുമിച്ച് പോവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കാര്യം മനസ്സിലാവും. അതുകൊണ്ട് മൃഗാംഗവതി വേഷം മാറി ഞങ്ങൾക്കൊപ്പം ആദ്യം വരികയും പിന്നീട് നീ പിന്നാലെ വരികയും ചെയ്താൽ മതി. എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോൾ ഇത് ഒളിച്ചോട്ടമാണെന്ന് ആർക്കും തോന്നുകയില്ല. അങ്ങനെ
ശ്രീദത്തൻ പിന്നിൽ തങ്ങുകയും ശ്രീദത്തൻ്റെ സുഹൃത്തുക്കളെല്ലാവരും കൂടി ചേർന്ന് മൃഗാംഗവതിയെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. കുറേ കുതിരകളിൽ ഇവർ ഒരുമിച്ച് പോകുന്നത് കൊണ്ട് ആരും അങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ കൂട്ടമായിട്ട് പോകുന്ന കുതിരകളുടെ ഇടയിലെ ഒരു കുതിരയിലായിരുന്നു മൃഗാംഗവതി ഇരുന്നിരുന്നത്. അവരെ ആരും കണ്ടതുപോലുമില്ല. അങ്ങനെ കുറേ ദൂരം ചെന്ന് അവർ നഗരം വിട്ട് ഒരു കാടിൻ്റെ അടുത്തെത്തി. ശ്രീദത്തൻ ഈ സമയത്ത് രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിനോട് താനെന്ന് രാജകുമാരിയെ രക്ഷപ്പെടുത്തിയ ആളാണെന്ന് പറയുകയൊക്കെ ചെയ്തു. എനിക്ക് കൊട്ടാരത്തിൽ എന്തെങ്കിലും ഒരു ജോലി തരണം എന്ന് ശ്രീദത്തൻ രാജാവിനോട് പറഞ്ഞു. രാജാവ് അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ശ്രീദത്തൻ രാജാവിനോട് താൻ തൻ്റെ രാജ്യമായ പാടലിപുത്രത്തിലേക്ക് കുറച്ച് ദിവസത്തേക്ക് പോവുകയാണ്, അതിനുശേഷം തിരിച്ചു വന്ന് ജോലിയിൽ പ്രവേശിക്കാം എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ശ്രീദത്തൻ തൻ്റെ കുതിരപ്പുറത്ത് കയറി തൻ്റെ കൂട്ടുകാരെ അന്വേഷിച്ച് കാടിനടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കൂട്ടുകാർ അവിടെ പരിക്കേറ്റ് കിടക്കുന്നത് കണ്ടു. പലർക്കും മുറിവേറ്റിട്ടുണ്ടായിരുന്നു. ശ്രീദത്തൻ ഓടിച്ചെന്ന് അവരോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കുറേ ആൾക്കാർ കുതിരപ്പുറത്ത് വന്ന് ഞങ്ങളെ ആക്രമിച്ചു. ഞങ്ങളുടെ കുതിരകളെയെല്ലാം അവർ പിടിച്ചുകൊണ്ട് പോയി. ഒപ്പം മൃഗാംഗവതിയെയും കൊണ്ടുപോയി. ശ്രീദത്തൻ്റെ കൂട്ടുകാർക്കൊക്കെ നല്ല പരുക്കുണ്ടായിരുന്നെങ്കിലും അതൊന്നും മരണകാരണമാകുന്നത്രയും വലുതായിരുന്നില്ല. അതുകൊണ്ട് അവർ ശ്രീദത്തനോട് പറഞ്ഞു, ഞങ്ങളെ കാത്തിവിടെ നിൽക്കണ്ട, വേഗം തന്നെ പോയി മൃഗാംഗവതിയെ രക്ഷിക്കൂ. ശ്രീദത്തൻ തൻ്റെ കുതിരപ്പുറത്ത് ഈ കൂട്ടുകാർ പറഞ്ഞ ദിക്കിലേക്ക് പോവുകയും അങ്ങനെ പോകുമ്പോൾ കുറേ കൊള്ളക്കാർ കുതിരപ്പുറത്ത് മൃഗാംഗവതിയെയും കൊണ്ട് പോകുന്നത് കാണുകയും ചെയ്തു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് ഈ കൊള്ളക്കാരെ വധിക്കുന്നതിന് ശ്രീദത്തന് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. അവരെല്ലാവരെയും തോൽപ്പിച്ച ശ്രീദത്തൻ മൃഗാംഗവതിയെ രക്ഷപ്പെടുത്തി. എന്നിട്ട് അവളെ കൂടി തൻ്റെ കുതിരപ്പുറത്ത് എടുത്തു വെച്ചിട്ട് വീണ്ടും തൻ്റെ സുഹൃത്തുക്കൾ കിടക്കുന്ന ഭാഗത്തേക്ക് പോയി. അവിടെ ചെന്ന് അവരെ കൂടി രക്ഷപ്പെടുത്തണമല്ലോ. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോഴേക്കും കുതിരയുടെ ഓട്ടം വളരെ പതുക്കെയായി. അത് കുറേ നേരം കൊണ്ട് ഓടുകയായിരുന്നല്ലോ, അത് വല്ലാതെ ക്ഷീണിച്ചു. അപ്പോൾ ശ്രീദത്തൻ മൃഗാംഗവതിയോട് നമുക്ക് ഇവിടെ ഇറങ്ങി കുറച്ച് വിശ്രമിക്കാം, കുതിരയ്ക്ക് കുറച്ച് വിശ്രമവും കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീദത്തനും മൃഗാംഗവതിയും താഴെ ഇറങ്ങിയതും ആ കുതിര താഴെ വീണങ്ങ് ചത്തുപോയി. അത് അത്രയ്ക്ക് ക്ഷീണിതനായിരുന്നു. മാത്രമല്ല ഈ കൊള്ളക്കാരുമായിട്ടുള്ള യുദ്ധത്തിനിടയ്ക്ക് അതിന് മുറിവ് പറ്റിയിരുന്നു. അത് ശ്രീദത്തൻ ശ്രദ്ധിച്ചിരുന്നില്ല. അങ്ങനെ കുതിര ചത്തതോടെ ഇവർക്ക് നടക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നും ഇല്ലാതായി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ സുഹൃത്തുക്കൾ എവിടെയായിരുന്നോ കിടന്നിരുന്നത് ആ ദിക്ക് നോക്കി നടപ്പ് തുടങ്ങി. നടന്ന് എത്ര നടന്നിട്ടും വഴി എത്തുന്നില്ല. മാത്രമല്ല മൃഗാംഗവതി വല്ലാതെ ക്ഷീണിച്ചു. രാജകുമാരിയാണ്, ഇത്ര നടന്ന് ശീലമില്ല. മാത്രമല്ല വിശപ്പും ദാഹവും നല്ലോണം ഉണ്ട് താനും. മൃഗാംഗവതി താനിപ്പോൾ വീണു പോകും എന്ന് ശ്രീദത്തനോട് പറഞ്ഞു. ആകെ പേടിച്ചു പോയ ശ്രീദത്തൻ അവരോട് അവിടെ ഇരിക്കൂ, താൻ പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ മൃഗാംഗവതി പറഞ്ഞു, അയ്യോ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവരുതേ, എനിക്ക് പേടിയാണ്. അപ്പോൾ ശ്രീദത്തൻ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, ഈ മരച്ചുവട്ടിലിരുന്നാൽ മതി, ഇവിടുന്ന് അധികം ദൂരേക്കൊന്നും ഞാൻ പോവുകയില്ല, ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും കുറച്ച് വെള്ളം കിട്ടുമെന്ന് നോക്കട്ടെ. അങ്ങനെ മൃഗാംഗവതി അവിടെ ഇരുത്തിയിട്ട് ശ്രീദത്തൻ വെള്ളം അന്വേഷിച്ചു പോയി. കുറച്ച് കമ്പുകളൊക്കെ പറിച്ച് നിലത്തിട്ട് വഴി അടയാളപ്പെടുത്തിയാണ് ശ്രീദത്തൻ വെള്ളം അന്വേഷിച്ച് പോയത്. പക്ഷേ ഒരുപാട് ചുറ്റി നടന്നിട്ടും വെള്ളമൊന്നും കിട്ടിയില്ല. അങ്ങനെ നേരം വൈകി. എന്നാലും അവസാനം അയാൾക്ക് വെള്ളം കിട്ടിയപ്പോഴേക്കും നേരം സന്ധ്യയായി. ഇരുട്ട് വീഴുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും മൃഗാംഗവതിയുടെ അടുത്ത് എത്തണം എന്ന് വിചാരിച്ച് ശ്രീദത്തൻ വേഗം നടക്കുകയും വഴി തെറ്റുകയും ചെയ്തു. കാട്ടിൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടന്നു. ഈ സമയത്ത് മൃഗാംഗവതിയാണെങ്കിൽ ആകെ പേടിച്ചുപോയി. ശ്രീദത്തനെ കാണുന്നില്ല. മൃഗദത്തൻ ഇരിക്കണം എന്ന് പറഞ്ഞു പോയ മരച്ചുവട്ടിൽ പേടിച്ചാരണ്ട് മൃഗാംഗവതി അങ്ങനെ ഇരുന്നു. ശ്രീദത്തനാണെങ്കിൽ ഈ സമയത്ത് കാടിൻ്റെ മറ്റൊരു വശത്ത് ഒരു വലിയ മരത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് മൃഗാംഗവതി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. പക്ഷെ അപ്പോഴേക്കും നല്ല ഇരുട്ടായിരുന്നു, ഒന്നും കാണാൻ വയ്യ. ഇനി ഇരുട്ടത്ത് നടന്നാൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകും എന്ന് പേടിച്ച ശ്രീദത്തൻ മരത്തിന് മുകളിൽ നേരം വെളുക്കുന്നത് വരെ ഇരിക്കാൻ തീരുമാനിച്ചു. മൃഗാംഗവതി ആ മരച്ചുവട്ടിൽ സുരക്ഷിതയായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അയാൾ ആ മരത്തിന് മുകളിലിരുന്നു. ഈ സമയത്ത് മൃഗാംഗവതി കാട്ടിലൂടെ ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടു. അത് വല്ല കടുവയോ പുലിയോ മറ്റോ ആയിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ നോക്കുമ്പോൾ ഒരു മനുഷ്യനാണ്. അതിൽ ഒരു വേട്ടക്കാരനായിരുന്നു. അയാളുടെ കയ്യിലൊരു ചെറിയ വെളിച്ചവും ഉണ്ടായിരുന്നു. കാട്ടിൽ സുന്ദരിയായ ഒരു സ്ത്രീ ഇരിക്കുന്നത് കൊണ്ട് അയാളും പേടിച്ചുപോയി. പിന്നീട് അവർ പരസ്പരം സംസാരിച്ചു. അപ്പോൾ മൃഗാംഗവതി പറഞ്ഞു, ഞാൻ ശ്രീദത്തൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ്. അദ്ദേഹം എനിക്ക് വെള്ളം കൊണ്ടുവരാൻ പോയി, കാണുന്നില്ല, ഞാൻ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വേട്ടക്കാരൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ കാട്ടിൽ ഇരുട്ടത്തിങ്ങനെ ഇരിക്കുന്നത് വലിയ അപകടമാണ്. ക്രൂര മൃഗങ്ങളൊക്കെയുള്ള കാടാണ്. ഏതെങ്കിലും മൃഗങ്ങൾ വന്ന് നിങ്ങളെ പിടിച്ച് തിന്നുകളയും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഞാൻ നിങ്ങളെ
സുരക്ഷിതമായൊരു സ്ഥലത്ത് കൊണ്ടാക്കാം. അതിനുശേഷം ഞാനിവിടെ വന്ന് നിങ്ങളുടെ ഭർത്താവിനെ കാത്തിരുന്നോളാം. അങ്ങനെ ഇയാൾ മൃഗാംഗവതിയെ വിളിച്ചുകൊണ്ട് മധുരയിലേക്ക് പോയി. ആ കാടിന് ഏറ്റവും അടുത്തുള്ള സ്ഥലം മധുരയായിരുന്നു. അങ്ങനെ മധുര നഗരത്തിൽ മൃഗാംഗവതിയും കൊണ്ട് ചെന്ന ഇയാൾ മധുരയിലെ മന്ത്രിയുടെ കൊട്ടാരത്തിനടുത്തെത്തി. എന്നിട്ട് മൃഗാംഗവതിയോട് ഇത് മന്ത്രിയുടെ വീടാണെന്നും ധൈര്യമായിട്ട് അവിടെ കടന്നു ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മന്ത്രി അഭയം തരുമെന്നും പറഞ്ഞു. നേരം വെളുക്കാറായതുകൊണ്ട് ഇയാൾ തിരിച്ച് കാട്ടിലേക്ക് പോയി. ശ്രീദത്തൻ തിരിച്ചു വരുമ്പോൾ വിഷമിക്കരുതല്ലോ. അങ്ങനെ ഈ വേട്ടക്കാരൻ കാട്ടിൽ പോയി മൃഗാംഗവതി ഏത് മരത്തിൻ ചുവട്ടിലാണോ ഇരുന്നത് അവിടെ ശ്രീദത്തനെ കാത്തിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ശ്രീദത്തൻ വന്നു. അപ്പോൾ അവിടെ ഒരു വേട്ടക്കാരനെ മാത്രമേ കണ്ടുള്ളൂ. ശ്രീദത്തൻ ആകെ വിഷമിച്ചു പോയി. പക്ഷേ വേട്ടക്കാരൻ നിങ്ങൾ ശ്രീദത്തനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീദത്തൻ പറഞ്ഞു, ഞാൻ ശ്രീദത്തനാണ്, നിങ്ങൾക്ക് എന്നെ എങ്ങനെ മനസ്സിലായി? അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ മൃഗാംഗവതി ഇവിടെ ഉണ്ടായിരുന്നു, അവർ വല്ലാതെ പേടിച്ചിരിക്കുകയായിരുന്നു. കാട്ടിൽ അങ്ങനെ അവരെ ഒറ്റയ്ക്ക് ഇരുത്തണ്ട എന്ന് കരുതി ഞാൻ അവരെ മധുരയിലെ മന്ത്രിയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഈ വേട്ടക്കാരൻ ശ്രീദത്തനെ മധുരയിലെ മന്ത്രിയുടെ കൊട്ടാരത്തിൻ്റെ വാതിലിൽ കൊണ്ടുവിട്ടു. ശ്രീദത്തൻ ചെന്ന് നോക്കുമ്പോൾ മൃഗാംഗവതി അകത്തൊന്നും പോയിട്ടില്ല. പേടിയായത് കാരണം കൊട്ടാരത്തിൻ്റെ വാതിക്കൽ ഒരു തൂണും ചാരി മൃഗാംഗവതി ഇരിപ്പുണ്ട്. ശ്രീദത്തനെ കണ്ടതോടെ അവർക്ക് വലിയ സന്തോഷമായി. അതിനുശേഷം അവർ ഒരുമിച്ച് മധുരയിലെ മന്ത്രിയെ ചെന്ന് കണ്ടു. അദ്ദേഹത്തിനോട് പാടലിപുത്രത്തിലെ കാലനേമി എന്ന ആളിൻ്റെ മകനാണ് താൻ, തൻ്റെ പേര് ശ്രീദത്തൻ എന്നാണ് എന്ന് പറഞ്ഞു. മന്ത്രിക്ക് ഇത് കേട്ടപ്പോൾ വലിയ അത്ഭുതം തോന്നി. ഈ മന്ത്രി കാലനേമിയുടെ സഹോദരനായിരുന്നു. ഇവർ തമ്മിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞതാണ്. പിന്നീട് കണ്ടിട്ടില്ല. ഇവർക്കും മക്കളില്ല. ഈ മന്ത്രിയും മന്ത്രിയുടെ പത്നിയും വളരെ സ്നേഹത്തോടെ ശ്രീദത്തനെയും മൃഗാംഗവതിയും സ്വീകരിക്കുകയും അവരെ തങ്ങളുടെ മക്കളായിട്ട് കണക്കാക്കുന്നുവെന്ന് പറയുകയും ചെയ്തു. മൃഗാംഗവതിയെ അവിടെ ആക്കിയിട്ട് ശ്രീദത്തൻ വീണ്ടും കാട്ടിലേക്ക് തിരിച്ചു പോവുകയും അവിടെ ഉണ്ടായിരുന്ന തൻ്റെ സുഹൃത്തുക്കളെ രക്ഷപ്പെടുത്തി മധുരയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം മധുരയിലെ മന്ത്രിയുടെ ഗ്രഹത്തിൽ ശ്രീദത്തനും മൃഗാംഗവതിയും താമസിച്ചു. അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അവർ വളരെ സന്തോഷമായിട്ട് കുറച്ചു കാലം ജീവിച്ചതിന് ശേഷം മൃഗാംഗവതിക്ക് തൻ്റെ പിതാവിനെ കാണണമെന്ന ആഗ്രഹം തോന്നി. അപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് കൂടെ ശ്രീദത്തനും മധുരയിലെ മന്ത്രിയും ഭാര്യയും മൃഗാംഗവതിക്കൊപ്പം ഉജ്ജയിനിയിലേക്ക് പോയി. രാജാവ് മകളുടെ വിവരമൊന്നും അറിയാതെ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. മൃഗാംഗവതി അദ്ദേഹത്തിനെ ചെന്ന് കാണുകയും കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയും ചെയ്തു. രാജാവിന് ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. അത് മൃഗാംഗവതിയായിരുന്നു. അവളെ വിവാഹം കഴിച്ച ആളെന്ന നിലയിൽ ശ്രീദത്തന് ആ കൊട്ടാരത്തിൽ വളരെ വലിയ സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. രാജാവിന് ശ്രീദത്തൻ്റെ പെരുമാറ്റം വളരെയധികം ഇഷ്ടപ്പെടുകയും അവനെ ഭാവി രാജാവായിട്ട് അവരോധിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ ആയപ്പോൾ തൻ്റെ മാതാപിതാക്കളുടെ കൊലപാതകത്തിന് ഉറപ്പായിട്ടും പകരം വീട്ടണം എന്ന് ശ്രീദത്തൻ നിശ്ചയിച്ചു. അദ്ദേഹം ഇത് ഉജ്ജയിനിലെ രാജാവിനെ അറിയിച്ചു. രാജാവ് പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ മരുമകൻ്റെ മാതാപിതാക്കളെ വധിച്ച വിക്രമശക്തിയെ നമ്മളൊരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഈ കഥകളൊക്കെ മധുരയിലെ മന്ത്രി വഴി രാജാവ് അറിയുകയും മധുരയിലെ രാജാവും ഇവർക്കൊപ്പം യുദ്ധത്തിന് ചേരുകയും ചെയ്തു. അങ്ങനെ മധുരയിലെയും ഉജ്ജയിനിയിലെയും രാജാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് പാടലിപുത്രത്തിലേക്കൊരു യുദ്ധം നയിക്കുകയും വിക്രമശക്തിയെ ആ യുദ്ധത്തിൽ ശ്രീദത്തൻ വധിക്കുകയും ചെയ്തു. അങ്ങനെ ശ്രീദത്തൻ പാടലിപുത്രത്തിലെ രാജാവായി തീരുകയും മൃഗാംഗവതിക്കൊപ്പം പാടലിപുത്രത്തിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. ഇതാണ് ശ്രീദത്തൻ്റെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.